ഓം ശാന്തി 29/12/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പ്രശ്നങ്ങളിൽ ആശയക്കുഴപ്പത്തിൽ വരുന്നതിനു പകരം മന്മനാ ഭവയാകൂ. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ, പവിത്രമാകൂ, പവിത്രമാക്കൂ. ചോദ്യം: ശിവ് ബാബ നിങ്ങൾ കുട്ടികളെ കൊണ്ട് തന്റെ പൂജ ചെയ്യിക്കുന്നില്ല, എന്തുകൊണ്ട്? ഉത്തരം: ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളുടെ വിശ്വസ്ത സേവകനാണ്. നിങ്ങൾ കുട്ടികൾ എന്റെ അധികാരികളാണ്. ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. ബാബ നിരഹങ്കാരിയാണ്. കുട്ടികളും ബാബയ്ക്ക് സമാനമാകണം. ഞാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ട് എന്റെ പൂജ എങ്ങനെ ചെയ്യിക്കും? എന്റെ പാദം കഴുകുന്നതിനായി എനിക്ക് കാലുകൾ പോലും ഇല്ല. നിങ്ങൾ ഈശ്വരന്റെ സഹായികളായി മാറി വിശ്വസേവനം ചെയ്യണം. ഗീതം: ദുർബലന്റെയും ബലവാന്റെയും യുദ്ധം. ഓം ശാന്തി. നിരാകാര ശിവ ഭഗവാനോ വാച. ശിവബാബ നിരാകാരനാണ്. അതുപോലെ ആത്മാക്കളും യഥാർത്ഥത്തിൽ നിരാകാരരാണ്. നിരാകാര ലോകത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി സാകാരത്തിലേക്ക് വന്നതാണ്. നമ്മളെല്ലാവർക്കും കാലുകളുണ്ട്. കൃഷ്ണനും പാദമുണ്ട്. പാദം പൂജിക്കാറുണ്ടല്ലോ. ബാബ പറയുന്നു, ഞാൻ സേവകനാണ്. നിങ്ങളെ കൊണ്ട് പാദം കഴുകിക്കുന്നതിന്, പൂജ ചെയ്യിപ്പിക്കുന്നതിന് എനിക്ക് കാലുകളേ ഇല്ല. സന്യാസിമാർ പാദം കഴുകിപ്പിക്കാറില്ലേ? ഗൃഹസ്ഥികൾ പോയി അവരുടെ പാദം കഴുകുന്നു. കാലുകൾ മനുഷ്യർക്കാണ്. നിങ്ങളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിക്കുന്നതിന് ശിവ് ബാബയ്ക്ക് പാദം ഇല്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. ബാബ പറയുന്നു, ഞാൻ ജ്ഞാനസാഗരനാണ്. ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് എങ്ങനെ പാദം കഴുകിക്കും? ബാബ പറയുന്നു, വന്ദേ മാതരം. മാതാക്കൾ പിന്നെ എന്തു പറയണം? എഴുന്നേറ്റ് നിന്ന് പറയണം, ശിവ് ബാബ നമസ്തേ. ഏതുപോലെ സലാം മാലിക്കം എന്ന് പറയാറില്ലേ? അതിനാൽ ബാബയ്ക്ക് ആദ്യം നമസ്തേ പറയണം. പറയുന്നു, ഞാൻ ഏറ്റവും അനുസരണയുള്ള സേവകനാണ്. പരിധിയില്ലാത്ത സേവകൻ. എത്ര നിരഹങ്കാരിയും നിരാകാരനുമാണ്. പൂജയുടെ കാര്യം പോലും ഇല്ല. ഏറ്റവും സ്നേഹിയായ കുട്ടികൾ, സമ്പത്തിന് അവകാശികൾ, അവരെ കൊണ്ട് എങ്ങനെ പൂജ ചെയ്യിപ്പിക്കും? അതെ, ചെറിയ കുട്ടികൾ അച്ഛന്റെ പാദം വന്ദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അച്ഛൻ ഉയർന്നതാണ്. പക്ഷെ വാസ്തവത്തിൽ അച്ഛൻ കുട്ടികളുടെ സേവകനാണ്. അറിയുന്നുണ്ട്, കുട്ടികളെ മായ വളരെ കഷ്ടപ്പെടുത്തുന്നു. വളരെ കടുത്ത പാർട്ടാണ്. ഇനിയും വളരെ ദുഃഖം വരും. ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യമാണ്. അപ്പോഴാണ് പരിധിയില്ലാത്ത ബാബ വരുന്നത്. ബാബ പറയുന്നു, ദാതാവ് ഞാൻ മാത്രമാണ്. മറ്റാരെയും ദാതാവ് എന്ന് പറയുവാൻ കഴിയില്ല. ബാബയോട് എല്ലാവരും യാചിക്കുന്നു. സാധു സന്യാസിമാർ പോലും മുക്തി യാചിക്കുന്നു. ഭാരതത്തിൽ ഗൃഹസ്ഥികൾ ഭഗവാനോട് ജീവൻ മുക്തി യാചിക്കുന്നു. അപ്പോൾ ദാതാവ് ഒന്നേയുള്ളൂ. പാടുന്നുമുണ്ട്, സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. സാധു സന്യാസിമാർ സ്വയമേ സാധന ചെയ്യുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ഗതി സദ്ഗതി നൽകും? മുക്തിധാം, ജീവൻ മുക്തിധാം രണ്ടിന്റെയും വഴികാട്ടി ഒരേ ഒരു ബാബയാണ്. ബാബ ഒരേ ഒരു പ്രാവശ്യം തന്റെ സമയത്ത് വരുന്നു. ബാക്കി എല്ലാവരും ജനന മരണ ചക്രത്തിൽ വരുന്നു. എപ്പോഴാണോ രാവണ രാജ്യം ഇല്ലാതാകുന്നത്, അപ്പോൾ ഒരു പ്രാവശ്യം ബാബ വരുന്നു. അതിനു മുമ്പ് വരുന്നതേയില്ല. ഡ്രാമയിൽ പാർട്ട് ഇല്ല. ബാബ പറയുന്നു, നിങ്ങൾ എന്നിലൂടെ എന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. മനുഷ്യർ അറിയുന്നില്ല. അതിനാൽ പറയുന്നു, സർവവ്യാപി. ഇപ്പോൾ രാവണ രാജ്യമാണ്. ഭാരതവാസികൾ തന്നെയാണ് രാവണനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത് രാവണ രാജ്യവും രാമരാജ്യവും ഭാരതത്തിലാണ് എന്നാണ്.
ഈ കാര്യങ്ങൾ രാമരാജ്യം സ്ഥാപിക്കുന്ന ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. അതായത് ഇപ്പോൾ രാവണ രാജ്യമാണ്. ഇതാരാണ് മനസ്സിലാക്കി തരുന്നത്? നിരാകാരനായ ശിവഭഗവാനു വാച. ആത്മാവിനെ ശിവൻ എന്ന് പറയില്ല. ആത്മാക്കളെല്ലാം സാളിഗ്രാം ആണ്. ശിവൻ എന്ന് ഒന്നിനെയാണ് പറയുന്നത്. സാളിഗ്രാം അനേകമുണ്ട്. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. ആ ബ്രാഹ്മണർ രചിക്കുന്ന യജ്ഞത്തിൽ ഒരു വലിയ ശിവലിംഗവും അനേകം ചെറിയ ചെറിയ സാളിഗ്രാമും ഉണ്ടാക്കി പൂജിക്കുന്നു. വർഷാവർഷം ദേവിമാരുടെ പൂജ ഉണ്ടാകുന്നു. ഇവിടെ ദിവസവും മണ്ണുകൊണ്ട് മൂർത്തിയെ ഉണ്ടാക്കുന്നു, പിന്നീട് പൂജിക്കുന്നു. രുദ്രന് വളരെ ആദരവ് കൊടുക്കുന്നു. സാളിഗ്രാം ആരാണ് ഒരാൾക്കും അറിയില്ല. നിങ്ങൾ ശിവശക്തി സേന പതിതരെ പാവനമാക്കുന്നു. ശിവന് പൂജ ലഭിക്കുന്നു. സാളിഗ്രാം പിന്നെ എവിടെ പോകും? അതിനാൽ ഒരുപാട് പേർ രുദ്രയജ്ഞം രചിച്ച് സാളിഗ്രാമിനെ പൂജിക്കുന്നു. ശിവബാബയോടൊപ്പം കുട്ടികളും പരിശ്രമിച്ചിട്ടുണ്ട്. ശിവബാബയുടെ സഹായികളാണ് കുട്ടികൾ. അവരെ പറയുന്നു ഈശ്വരീയ സേവകർ. സ്വയം നിരാകാരനും ഏതെങ്കിലും ശരീരത്തിൽ വരുമല്ലോ. സ്വർഗത്തിൽ സേവനത്തിന്റെ ആവശ്യം ഇല്ല. ശിവബാബയും പറയുന്നു, നോക്കൂ, ഇതെന്റെ സഹായി കുട്ടികളാണ്. നമ്പർ വാർ ആണല്ലോ. എല്ലാവരുടെയും പൂജ നടത്താൻ കഴിയില്ല. ഈ യജ്ഞവും ഭാരതത്തിൽ തന്നെയാണുള്ളത്. ഈ രഹസ്യം ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ആ ബ്രാഹ്മണർക്കും സേഠുമാർക്കും ഇത് അറിയില്ല. വാസ്തവത്തിൽ ഇതാണ് രുദ്രജ്ഞാന യജ്ഞം. കുട്ടികൾ പവിത്രമായി ഭാരതത്തെ സ്വർഗമാക്കുന്നു. ഇത് വളരെ വലിയ ഹോസ്പിറ്റലാകുന്നു. ഇവിടെ യോഗത്തിലൂടെ നമ്മൾ എവർ ഹെൽത്തി ആകുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. യോഗം മുറിക്കുന്ന ആദ്യ നമ്പർ വികാരം ദേഹാഹങ്കാരമാണ്. ശരീരബോധമുണ്ടെങ്കിൽ ബാബയെ മറക്കുന്നു. പിന്നീട് മറ്റ് വികാരങ്ങളും വരുന്നു. നിരന്തരം യോഗം ചെയ്യുന്നതിൽ പരിശ്രമമുണ്ട്. മനുഷ്യർ കൃഷ്ണനെ ഭഗവാനെന്ന് മനസ്സിലാക്കി പൂജിക്കുന്നു. പക്ഷെ കൃഷ്ണന്റെ പാദം പൂജിക്കുന്നതിന് അദ്ദേഹം പതിത പാവനൻ അല്ല. ശിവനാണെങ്കിൽ പാദമേ ഇല്ല. ബാബ വന്ന് മാതാക്കളുടെ സേവകനായിട്ട് പറയുന്നു, ബാബയെയും സ്വർഗത്തെയും ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ 21 ജന്മത്തേക്ക് രാജ്യം ഭരിക്കും. 21 തലമുറ എന്ന് പാടുന്നുമുണ്ട്. മറ്റു ധർമ്മത്തിൽ ഇത് പാടുന്നില്ല. മറ്റ് ധർമ്മത്തിലുള്ളവർക്ക് 21 ജന്മത്തേക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദം ലഭിക്കുന്നില്ല. ഇതും ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ദേവതാ ധർമ്മത്തിലുള്ളവർ ആരാണോ മറ്റ് ധർമ്മത്തിലേക്ക് കൺവേർട്ട് ചെയ്തത് അവർ പിന്നീട് തിരിച്ചുവരും. സ്വർഗത്തിലെ സുഖം അപരം അപാരമാണ്. പുതിയ ലോകം, പുതിയ കെട്ടിടത്തിൽ നല്ല സുഖമായിരിക്കും. കുറച്ചു പഴയതാകുന്നതിലൂടെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നു, പിന്നെ റിപ്പയർ ചെയ്യേണ്ടി വരുന്നു. ഏതുപോലെ ബാബയുടെ മഹിമ അപരം അപാരമാണ്, അതുപോലെ സ്വർഗത്തിന്റെ മഹിമയും അപരം അപാരമാണ്. അതിന്റെ അധികാരിയാകുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാർക്കും സ്വർഗത്തിന്റെ അധികാരിയാകുവാൻ കഴിയില്ല. നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്, വിനാശത്തിന്റെ ദൃശ്യം വളരെ ഭയാനകമായിരിക്കും. അതിനു മുൻപ് ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കണം. ബാബയും പറയുന്നു, ഇപ്പോൾ എന്റേതാകൂ, അർത്ഥം ഈശ്വരീയ മടിത്തട്ട് എടുക്കൂ. ശിവബാബ ഉയർന്നവനാണല്ലോ, അതിനാൽ നിങ്ങൾക്ക് പ്രാപ്തിയും വളരെ ഉണ്ട്. സ്വർഗത്തിലെ സുഖം അപരം അപാരമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. പറയാറുണ്ടല്ലോ, ഇന്നയാൾ സ്വർഗത്തിൽ പോയി. സ്വർഗം പ്രിയപ്പെട്ടതായി തോന്നുന്നില്ലേ? ഇത് നരകം തന്നെയാണ്. എപ്പോൾ വരെ സത്യയുഗം വരുന്നില്ലയോ അപ്പോൾ വരെ ആർക്കും സ്വർഗത്തിൽ പോകുവാനേ കഴിയില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ ജഗദംബ
സ്വർഗത്തിലെ മഹാറാണി ലക്ഷ്മിയാകുന്നു. അതുപോലെ പിന്നീട് കുട്ടികളും നമ്പർ വാർ ആകുന്നു. മമ ബാബ വളരെ ഉയർന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. കേവലം ലക്ഷ്മി നാരായണൻ മാത്രമല്ല, കുട്ടികളും രാജ്യം ഭരിക്കുമല്ലോ. അതിനാൽ ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കുന്നു, പഠിപ്പിക്കുന്നു. ഒരു പക്ഷേ കൃഷ്ണൻ ദേവതയാക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും കൃഷ്ണനെ ദ്വാപരയുഗത്തിലേക്ക് കൊണ്ടുപോയി. ദ്വാപരയുഗത്തിൽ ദേവതമാർ ഉണ്ടാകുന്നതേയില്ല. സന്യാസിമാർക്ക് സ്വർഗത്തിൽ പോകുവാനുള്ള വഴി പറഞ്ഞു തരുവാൻ സാധിക്കില്ല. അതിന് ഭഗവാൻ തന്നെ വേണം. പറയുന്നുമുണ്ട്, മുക്തി ജീവൻ മുക്തിയുടെ വാതിൽ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ തുറക്കും. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. ബാബ, ശിവൻ, രുദ്രൻ, ഇവർ സാലിഗ്രാം. ഇവരെല്ലാവരും ശരീരധാരിയാണ്. ഞാൻ ശരീരം ലോൺ എടുത്തിരിക്കുന്നു. ഇവരെല്ലാം ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരിൽ അല്ലാതെ ഈ ജ്ഞാനം മറ്റാരിലും ഇല്ല, ശൂദ്രരിലും ഇല്ല. സത്യുഗത്തിൽ ദേവി ദേവതമാർ പവിഴബുദ്ധിയുള്ളവരായിരുന്നു. വീണ്ടും ബാബ അങ്ങനെയാക്കുന്നു. സന്യാസി ഒരാളെയും പവിഴബുദ്ധിയുള്ളവരാക്കുന്നില്ല. സ്വയം പവിത്രമായിരിക്കുന്നുവെങ്കിൽ പോലും അസുഖം വരുന്നു. സ്വർഗത്തിൽ ഒരിക്കലും അസുഖം വരില്ല. അവിടെ അപാര സുഖമാണ്. അതിനാൽ ബാബ പറയുന്നു, പൂർണമായും പുരുഷാർത്ഥം ചെയ്യൂ. മത്സരമാണല്ലോ ഇത്. രുദ്രമാലയിൽ കോർക്കുവാനുള്ള മത്സരമാണ്. ആത്മാവായ എനിക്ക് യോഗത്തിന്റെ ഓട്ട മത്സരം നടത്തണം. എത്ര യോഗം ചെയ്യുന്നു അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആത്മാവ് എത്ര തീവ്രമായി ഓടുന്നു എന്ന്. അവരുടെ വികർമ്മം വിനാശമായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഉണരുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും മറ്റും യാത്ര ചെയ്യൂ. ബുദ്ധിയോഗത്തിന്റെ വളരെ നല്ല യാത്രയാണിത്. നിങ്ങൾ പറയുന്നു, സ്വർഗത്തിന്റെ അപാരമായ സുഖം നേടുന്നതിന് വേണ്ടി എന്തുകൊണ്ട് പവിത്രമായി ഇരുന്നുകൂടാ? നമ്മളെ മായ ഇളക്കുകയേയില്ല. അങ്ങനെ പ്രതിജ്ഞ ചെയ്യണം. അന്തിമ ജന്മമാണ്, തീർച്ചയായും മരിക്കണം. പിന്നെ എന്തുകൊണ്ട് ബാബയിൽ നിന്ന് സമ്പത്തെടുത്തുകൂടാ? എത്ര കുട്ടികളാണ് ബാബയ്ക്കുള്ളത്? പ്രജാപിതാവ് അപ്പോൾ തീർച്ചയായും പുതിയ രചന രചിക്കും. പുതിയ രചന ബ്രാഹ്മണരുടേതാകുന്നു. ബ്രാഹ്മണർ ആത്മീയ സാമൂഹിക സേവകരാണ്. ദേവതമാർ പ്രാപ്തി അനുഭവിക്കുന്നവരാണ്. നിങ്ങൾ ഭാരതത്തിന്റെ സേവനം ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരി ആകുന്നു. ഭാരതത്തിന്റെ സേവനം ചെയ്യുന്നതിലൂടെ എല്ലാവരുടെയും സേവനം നടക്കുന്നു. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. രുദ്രനെന്ന് കൃഷ്ണനെ അല്ല, ശിവനെയാണ് പറയുന്നത്. കൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്. അവിടെ യജ്ഞവും ഒന്നും തന്നെയില്ല. ഇപ്പോൾ രാവണ രാജ്യം അവസാനിക്കും. പിന്നീട് രാവണന്റെ കോലം ഉണ്ടാക്കുന്നില്ല. ബാബ വന്ന് ഈ ചങ്ങലകളിൽ നിന്ന് മുക്തമാക്കുന്നു. ഈ ബ്രഹ്മാവിനെ പോലും ചങ്ങലയിൽ നിന്ന് മുക്തമാക്കുകയാണല്ലോ. പുരാണങ്ങൾ പഠിച്ചു പഠിച്ച് അവസ്ഥ എന്തായി? അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ധൈര്യമില്ല. പവിത്രമാകുന്നില്ല. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, മന്മന ഭവ. ഒരുപക്ഷെ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കൂ. മന്മന ഭവ. ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ല എങ്കിലും പഠിത്തം ഉപേക്ഷിക്കും. അങ്ങനെ ആകരുത്. പറയുന്നു, ഭഗവാനാണ്, എന്തുകൊണ്ട് മറുപടി തന്നില്ല? ബാബ പറയുന്നു, നിങ്ങളുടെ കർത്തവ്യമാണ് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുക എന്നത്. ചക്രത്തെയും ഓർമ്മിക്കണം. ത്രിമൂർത്തിയും ചക്രവും കാണിക്കുന്നു. എഴുതുന്നു, സത്യമേവ ജയത്തെ. പക്ഷെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റും. ശിവബാബയെ ഓർമ്മിക്കുമ്പോൾ സൂക്ഷ്മവദനവാസിയായ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനും ഓർമ്മ വരും.
സ്വദർശന ചക്രം ഓർമ്മിക്കുന്നതിലൂടെ വിജയിക്കുകയും ചെയ്യുന്നു. ജയത്തെ അർത്ഥം മായയുടെ മേൽ വിജയം നേടുക. എത്ര വിവേകത്തിന്റെ കാര്യമാണിത്! ഇവിടുത്തെ നിയമമാണ്, ഹംസത്തിന്റെ സഭയിൽ കൊക്കിന് ഇരിക്കുവാനേ കഴിയില്ല. ആരാണോ സ്വർഗത്തിലെ ദേവതയാകുന്ന BK, അവരുടെ മേൽ വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ആദ്യം ഒരാൾ വരുമ്പോൾ എപ്പോഴും അവരോട് ഇത് ചോദിക്കൂ: ആത്മാവിന്റെ അച്ഛനെ അറിയുമോ? ചോദ്യം ചോദിച്ചാൽ തീർച്ചയായും മനസ്സിലാകും. സന്യാസിമാരും മറ്റും ഒരിക്കലും ഇങ്ങനെ ചോദിക്കില്ല. അവർ അറിയുന്നതേയില്ല. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം: പരിധിയില്ലാത്ത അച്ഛനെ അറിയുമോ? ആദ്യം ബന്ധം വയ്ക്കൂ. ബ്രാഹ്മണരുടെ കർത്തവ്യം തന്നെയാണിത്. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, എന്നോടൊപ്പം യോഗം വയ്ക്കൂ. എന്തുകൊണ്ടെന്നാൽ എന്റെ അടുത്ത് വരണം. സത്യയുഗി ദേവി ദേവതമാർ വളരെ കാലം വേർപെട്ടിരുന്നു. അതിനാൽ ആദ്യം ജ്ഞാനവും അവർക്ക് തന്നെ ലഭിക്കും. ലക്ഷ്മി നാരായണൻ 84 ജന്മം പൂർത്തിയാക്കി. അപ്പോൾ ആദ്യം ജ്ഞാനവും അവർക്ക് ലഭിക്കണം. മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ പിതാവ് ബ്രഹ്മാവും ആത്മാക്കളുടെ പിതാവ് ശിവനും ആകുന്നു. അപ്പോൾ അച്ഛനും മുത്തച്ഛനും ആയില്ലേ? നിങ്ങൾ ബാബയുടെ പേരക്കുട്ടികൾ. ബാബയിൽ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ എപ്പോൾ നരകത്തിൽ വരുന്നുവോ അപ്പോൾ സ്വർഗം രചിക്കും. ശിവ ഭഗവാനു വാച, ലക്ഷ്മി നാരായണൻ ത്രികാലദർശിയല്ല. അവരിൽ ഈ രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം ഇല്ല. പിന്നെ എങ്ങനെ പരമ്പരയായി വരും? മരണം ഇതാ വന്നു. ഇത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയും ചിലർ മനസ്സിലാക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരു ഉദാഹരണവും കാണിക്കുന്നുണ്ടല്ലോ. പറഞ്ഞു, പുലി വരുന്നേ. പക്ഷെ പുലി വന്നില്ല. അവസാനം ഒരു ദിവസം പുലി വന്നു, എല്ലാ ആടുകളെയും ഭക്ഷിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഇവിടത്തേതാണ്. ഒരു ദിവസം കാലൻ വിഴുങ്ങും. പിന്നെ എന്തു ചെയ്യും? ഭഗവാന്റെ എത്ര ഉയർന്ന യജ്ഞമാണ്! പരമാത്മാവിനല്ലാതെ ഇത്രയും വലിയ യജ്ഞം ആർക്കും രചിക്കുവാൻ കഴിയില്ല. ബ്രഹ്മവംശി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് പവിത്രമാകുന്നില്ല എങ്കിൽ അവർ മരിച്ചു. ശിവബാബയോട് പ്രതിജ്ഞ ചെയ്യണം. മധുരമായ ബാബ, സ്വർഗത്തിന്റെ അധികാരിയാക്കുന്ന ബാബ, ഞാൻ അങ്ങയുടേതാണ്. അന്തിമ സമയം വരെ അങ്ങയുടേതായി തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ബാബയെ അല്ലെങ്കിൽ സാജനെ വിട ചൊല്ലുന്നുവെങ്കിൽ മഹാരാജാവ് മഹാറാണി ആകുവാൻ കഴിയില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. സത്യമായ ഈശ്വരീയ സേവകരായി ഭാരതത്തെ സ്വർഗമാക്കുന്നതിൽ ബാബയ്ക്ക് പവിത്രതയുടെ സഹായം നൽകണം. ആത്മീയ സോഷ്യൽ വർക്കർ ആകണം. 2. ഒരു പ്രകാരത്തിലുമുള്ള ചോദ്യങ്ങളിൽ കുടുങ്ങി പഠിത്തം ഉപേക്ഷിക്കരുത്. ചോദ്യങ്ങൾ വിട്ട് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. വരദാനം: പരിധിയിലും ഉപരിയായിരുന്ന് സർവരെയും തന്റേതെന്ന അനുഭൂതി ചെയ്യിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് വരുന്നു എന്റെ ബാബ. അതുപോലെ സർവരുടെയും ഹൃദയത്തിൽ നിന്നും ഇവർ തന്റേതെന്ന് വരണം. പരിധിയില്ലാത്ത സഹോദരൻ അഥവാ സഹോദരിയാണ്, ദീദി അല്ലെങ്കിൽ ദാദിയാണ്. എവിടെയിരുന്നാലും പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാണ്. പരിധിയിലും ഉപരി പരിധിയില്ലാത്ത ഭാവന, പരിധിയില്ലാത്ത ശ്രേഷ്ഠ കാമന വയ്ക്കുക. ഇത് അച്ഛനെ അനുകരിക്കുന്നതിന് സമാനമാണ്. ഇപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ അനുഭവിക്കൂ, അനുഭവം ചെയ്യിക്കൂ. അനുഭവി ആത്മാക്കളെ നമ്മൾ പിതാജി എന്ന് വിളിക്കുമല്ലോ. അതുപോലെ
പരിധിയില്ലാത്ത അനുഭവി അർത്ഥം സർവരും തന്റേതെന്ന് അനുഭവം ചെയ്യണം. സ്ലോഗൻ: ഉപരാമസ്ഥിതിയിലൂടെ പറക്കുന്ന കലയിൽ പറന്നുകൊണ്ടിരിക്കൂ, എന്നാൽ കർമ്മമാകുന്ന ചില്ലയുടെ ബന്ധനത്തിൽ കുടുങ്ങില്ല. ഓം ശാന്തി.